ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്രെയിമിൽ ക്ലോത്ത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കണ്ടത്. ഇനി അതിൽ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ഇടുന്നതെന്ന് നമുക്ക് നോക്കാം. മാക്സിമം സിമ്പിളായി മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഏതെങ്കിലും ഭാഗം മനസ്സിലാകാത്തതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. വീണ്ടും ഒന്നും കൂടെ ഡീറ്റെയിൽഡായിട്ട് കാണിക്കാൻ നോക്കാം. എൻ്റെ വീഡിയോസിൽ ഡൗട്ടൊന്നും അധികം ആരും ചോദിച്ച് തുടങ്ങിയിട്ടില്ല. സ്റ്റാർട്ടിംഗ് ആണ്, നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് അധികം ആയില്ല. അതുകൊണ്ട് തന്നെ സിമിലറായിട്ട് ആരി വർക്ക് ചെയ്ത് ട്യൂട്ടോറിയൽസ് ചെയ്യുന്ന ആളുകളുടെ വീഡിയോസിൽ കോമൺ ആയിട്ട് നോർമലി വരുന്ന ഡൗട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് തന്നെ ഇടുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും നോക്കിയിട്ട് പറയണേ. എന്നാലാണ് എനിക്ക് കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ട് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ജെറി ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരറ്റത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കയ്യിൽ എങ്ങനെ ഹോൾഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്നത് തള്ളവിരലും മോതിരവിരലും കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് ആ കെട്ട് പിടിച്ചതിന് ശേഷം ത്രെഡ് നടുവിരലും ചൂണ്ടുവിരലും കൂടി ഇങ്ങനെ ഹോൾഡ് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ്. നമ്മൾ ഇതുപോലെ ചൂണ്ടുവിരൽ ചുറ്റി എടുത്തിട്ടാണ് നോർമലി ചെയ്യാറുള്ളത്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ ഈ ഒരു നോട്ടിട്ട ഭാഗം നമ്മുടെ തള്ളവിരലിലും മോതിരവിരലിലും കൂടെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഈ രണ്ട് വിരൽ ചൂണ്ടുവിരലും നടുവിരലും കൂടെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യണതും ഉണ്ട്, പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു രീതിയാണ്. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ഇടാമെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ താഴെ ത്രെഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിരൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നീഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് നമുക്ക് ഏത് സൈഡിലേക്കാണോ സ്റ്റിച്ച് വേണ്ടത് ആ സൈഡിലേക്ക് നമ്മുടെ ആ നീഡിലിൻ്റെ ബെൻഡ് തിരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ കുത്തി താഴേന്ന് ത്രെഡ് കണക്ട് ചെയ്തെടുത്ത് ഫ്രണ്ടിൽ വീണ്ടും അതുപോലെ തന്നെ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക. കുത്തിയെടുക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ താഴോട്ട് കുത്തുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഒന്ന് തിരിക്കുക, ത്രെഡ് കണക്ട് ചെയ്യുക, വീണ്ടും ക്ലോക്ക് വൈസ് തിരിച്ച് വീണ്ടും കുത്തി കുത്തി അങ്ങനെ എടുക്കുക. ഇതുപോലെ നമ്മൾ നീഡിൽ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിക്കുക, താഴോട്ട് കുത്തിയെടുക്കുക, ഇതുപോലെ കണക്ട് ചെയ്ത് ആ ഒരു ബെൻഡ് എപ്പോഴും നമുക്ക് ഏത് സൈഡിലേക്കാണോ പോകേണ്ടത് ആ സൈഡിലേക്ക് വേണം തിരിച്ചു വെക്കാനായിട്ട്. നീഡിൽ താഴോട്ട് കുത്തി ത്രെഡ് കണക്ട് ചെയ്തതിന് ശേഷം വലിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചതിന് ശേഷം ഇതുപോലെ ഒന്നും കൂടെ താഴേക്ക് വലിക്കുക, ത്രെഡ് കണക്ട് ചെയ്യുക, ആൻറ്റി ക്ലോക്ക് വൈസ് വലിക്കുക. ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് നീഡിൽ പിടിക്കുക, ത്രെഡ് കണക്ട് ചെയ്യുക, ഇതുപോലെ വലിച്ച് നമുക്ക് ലൂപ്പ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. ഇതുപോലെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എൻഡ് നോട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ലൂപ്പ് കുറച്ച് നീട്ടി എടുക്കുക. അതിൻ്റെ അടുത്ത ലൂപ്പ് എടുത്തിട്ട് ആദ്യം എടുത്ത ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇതുപോലെ ത്രെഡ് കണക്ട് ചെയ്തിട്ട് ആ ഒരു ലൂപ്പ് വിടാതെ തന്നെ നമ്മൾ നൂല് താഴോട്ട് വലിക്കുമ്പോൾ അവിടെ ഒരു ലോക്ക് ക്രിയേറ്റ് ആയി. ഇനി പതുക്കെ നീഡിൽ വിട്ടു കൊടുത്തിട്ട് അടിയിലേക്ക് വലിക്കുമ്പം അത് അവിടെ ടൈറ്റായിട്ട് ലോക്കായിട്ട് ഇരുന്നോളും. ഇങ്ങനെയാണ് എൻഡ് നോട്ട് ചെയ്യുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെയൊക്കെ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ ഇങ്ങനെ തന്നെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എൻഡ് നോട്ട് ഇടേണ്ട ഭാഗത്ത് ആ ഒരു ലൂപ്പ് കുറച്ച് നീളത്തിൽ എടുക്കുക. നീട്ടിയെടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്ത ലൂപ്പ് കൊടുത്തിട്ട് ആദ്യം കൊടുത്ത നീട്ടിയെടുത്ത ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ നീഡിൽ ഹോൾഡ് ചെയ്ത ശേഷം ലാസ്റ്റ് ലൂപ്പ് വലിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവിടെ എൻഡ് നോട്ടായി, അത് ലോക്കായി അവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് സ്റ്റാർട്ട് നോട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി നമുക്ക് ഏത് സൈഡിലേക്കാണോ പോകേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ഫ്രണ്ടിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, ഒരു ബാക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഫ്രണ്ടിലേക്ക് കൊടുത്ത് അതവിടെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് നോട്ടായി. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയാണ് വർക്ക് തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് നോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ അവിടെ ടൈറ്റ് ആയിട്ടിരിക്കുവാണ്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ചെയിൻ ഓരോരോ ലൂപ്പായിട്ട് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ചെയിൻ സ്റ്റിച്ച് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് നീഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഒരു ലൂപ്പ് നീട്ടിയെടുക്കുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്ത ലൂപ്പ് കൊടുക്കുക, ഇതുപോലെ എടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഫസ്റ്റ് നമ്മൾ നീട്ടിയെടുത്ത ലൂപ്പ് നീഡിൽ വെച്ച് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതുപോലെ വലിച്ചു കൊടുത്തു കഴിയുമ്പോൾ അതവിടെ ലോക്കായിട്ടിരിക്കും. ഇങ്ങനെ ലോക്കായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ അത് വിട്ടുപോയില്ല, കറക്റ്റായിട്ട് അതങ്ങനെ ഇരുന്നോളും.
ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഡൗട്ട് തോന്നും. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിയുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ചെയ്ത് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നീഡിൽ പിടിക്കുമ്പോഴും അതുപോലെ ത്രെഡ് ചുറ്റിയെടുക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ആരി വർക്കിൻ്റെ ഏറ്റവും ബേസിക്സ് എന്ന് പറയുന്നത് തന്നെ സ്റ്റാർട്ട് നോട്ട്, എൻഡ് നോട്ട്, അതുപോലെ ചെയിൻ സ്റ്റിച്ച് ആണ്. ഇത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നമ്മൾ 3/4 ഭാഗം ആരി വർക്ക് പഠിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പെർഫെക്ഷൻ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അടുത്തത് സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്യാനൊക്കെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നൂലും സൂചിയൊക്കെ എടുത്ത് തുന്നിയെടുത്ത് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കതിന് പെർഫെക്ഷനും ഉണ്ടാവില്ല. ആരി വർക്കിൻ്റെ അത്ര റേറ്റ് നമുക്ക് എടുക്കാനും പറ്റില്ല. അതുമാത്രമല്ല, ആരി വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ട വർക്കാണെങ്കിൽ നമ്മൾ നൂലും സൂചിയും വെച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 2 or 3 അതിലധികമോ ദിവസം എടുക്കും. എന്നാൽ നമുക്ക് ആ എഫേർട്ടിനനുസരിച്ചുള്ള പൈസ എടുക്കാനും കസ്റ്റമറുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാനും പറ്റില്ല. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാനും സൂചിയും നൂലും വെച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കും. അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിലാണ് നമ്മൾ സൂചി നൂലും വെച്ച് ബീഡ്സൊക്കെ കൊരുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ബീഡ്സൊക്കെ ഇങ്ങനെ കോർത്ത് അടുത്തതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്കൊക്കെ ഒരുപാട് സമയം നമുക്ക് പോവുകയും ചെയ്യും. തന്നെയല്ല ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത് എല്ലാ ദിവസവും നമ്മളൊരു അരമണിക്കൂറെങ്കിലും ചെയ്ത് ഈ വീഡിയോ കണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാം. ഇനി നമുക്ക് താഴെ നീഡിൽ എങ്ങനെയാണ് ത്രെഡ് കോർത്തെടുക്കുന്നത് നോക്കിയാലോ. ഇത് താഴ്ഭാഗമാണ്. ഈ ഫ്രെയിമിൻ്റെ താഴ്വശത്ത് നിന്ന് ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അടിവശം ഇങ്ങനെയാണ് ഇരിക്കുക. ഇതുപോലെ ത്രെഡ് ഒരു തവണ ചുറ്റി ഈ ഒരു നീഡിലിൽ കോർത്തതിന് ശേഷം ആ നീഡിൽ മേളിലോട്ട് വലിക്കുമ്പോൾ അത് ആ ഒരു നോട്ട് അവിടെ കണക്റ്റായി ഇതുപോലെ ഫ്രണ്ടിലേക്ക് ആ ത്രെഡ് നീഡിൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ത്രെഡ് ഇതുപോലെ ഒരു തവണ മാത്രം ചുറ്റിയെടുക്കുക. ഒന്നിൽ കൂടുതൽ തവണ ചുറ്റിയെടുക്കുമ്പോൾ അത് അവിടെ ടൈറ്റ് എന്താ പറയുക സ്റ്റക്കായിട്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. നമുക്ക് എങ്ങോട്ടാണോ സ്റ്റിച്ച് വേണ്ടത് ആ ഭാഗത്തേക്കായിരിക്കണം നീഡിലിൻ്റെ ആ ഒരു ബെൻഡ്. സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ബെൻഡ് ഫ്രണ്ടിലോട്ടാണ്. നമ്മൾ ആ ഭാഗത്തേക്കാണ് സ്റ്റിച്ചിട്ട് പോകുന്നത്. ഇതുപോലെ ആ ബെൻഡിൻ്റെ ഉള്ളിലേക്ക് ത്രെഡ് കുരുത്തെടുക്കുക. ഇത് ഒറ്റ തവണ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ആ ബെൻഡിൻ്റെ ഉള്ളിലേക്ക് ത്രെഡ് കണക്ട് ചെയ്യുന്നു, മേളിലോട്ട് വലിക്കുമ്പോൾ അതങ്ങനെ അടുത്ത ഓരോരോ ലൂപ്പായിട്ട് ഇങ്ങനെ വരും. ഇത് നമുക്ക് ഫ്രണ്ടിലോട്ട് മാത്രമല്ല സൈഡുകളിലേക്കും ബാക്കിലേക്കും ഒക്കെ നമ്മൾ ചെയ്യും. ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ റൗണ്ട് ഫ്രെയിമിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എപ്പോഴും ഫ്രണ്ടിലേക്ക് മാത്രമായിരുന്നു എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ബാക്ക് സ്റ്റിച്ച് ഇടേണ്ടി വരുമ്പോഴും അതുപോലെ സൈഡുകളിലേക്കൊക്കെ ഇടേണ്ടി വരുമ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിം ഇങ്ങനെ തിരിച്ച് ഫ്രണ്ടിലേക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ പ്രാക്ടീസ് ആയി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സ്മൂത്തായിട്ട് എല്ലാ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ചും അതുപോലെ സ്റ്റാർട്ട് നോട്ടും എൻഡ് നോട്ടും ഇടാം. ടുലിപ്പിൻ്റെ ഈ ഒരു നീഡിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് പഠിച്ചു തുടങ്ങുന്നത്. അതുപോലെ ഇത് ചെറിയ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ചെയ്ത ചെയിൻ സ്റ്റിച്ചും അതുപോലെ നമ്മൾ ബേസിക്സ് ചെയ്തു തുടങ്ങുന്നത് ഈ ഒരു ചെറിയ ത്രെഡും അതുപോലെ ഈ ഒരു ത്രെഡും നീഡിലും വെച്ചിട്ടാണ്. ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.